കോഴിക്കോട് ബാലുശ്ശേരി പാനൂരിൽ ഭർത്തി വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കേളകം സ്വദേശിനി ജിസ്നയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 വർഷം മുൻപാണ് പുന്നൂർ സ്വദേശി ശ്രീജിത്തിനെ വിവാഹം കഴിക്കുന്നത്. അതേസമയം യുവതിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഭർത്താവ് ശ്രീജിത്ത് ജിസയെ മർദ്ദിച്ചെന്നും കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ലെന്നും കുടുംബം പറയുന്നു. ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, പറയൂ. ബാലുശ്ശേരി പോലീസിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ജിസ്നയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്തൃപിതാവാണ് ആദ്യം തൂങ്ങി മരിച്ച നിലയിൽ ജിസ്നയെ കാണുന്നത്. എന്തായാലും കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അതായത് മാനസികമായി നിരന്തരമായ ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇത്തരത്തിൽ ജിസ്ന തൂങ്ങി മരിച്ചിട്ടും ഈ ഭർത്തൃ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ ശ്രീജിത്തോ ഒന്നും തന്നെ ഈ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. ഈ കുട്ടിയെ കാണിക്കില്ല എന്നത് സംബന്ധിച്ച് നിരന്തരം ഇവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിരുന്നതായും ഈ ജിസ്നയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബാലുശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കണ്ണൂർ കേളകം സ്വദേശിയാണ് ജിസ്ന. കല്യാണം കഴിഞ്ഞ് ബാലുശ്ശേരിയിലേക്ക് വന്നതാണ്. നിരന്തരം ഇവർ തമ്മിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഇത് വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നും വീട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും കുട്ടിയുള്ളത് ഈ ശ്രീജിത്തിന്റെ കൂടെയാണ്. ഈ കുട്ടിയെ വീട്ടുകാരെ കാണിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗൗതം, ഭർത്തൃ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ തൂങ്ങി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ദിസ്നയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.